അതെ, ഇന്ന് നമ്മൾ നീലാംബരിയുടെ പൊടിയൊക്കെ ഉപയോഗിക്കുമ്പം അലർജി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ഡേയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. 100% നാച്ചുറലായിട്ടുള്ള ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ നല്ലൊരു വ്യത്യാസം കിട്ടുന്ന ഒരു ഹെയർ ഡേയുടെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഹെയർ ഡേ ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുടിയിലും താടിയിലുമൊക്കെ ഉപയോഗിക്കാനായിട്ട് കഴിയും. ഈ ഒരു ഹെയർ ഡേ നിങ്ങൾ സ്ഥിരമായിട്ട് മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വെളുത്ത മുടികളൊക്കെ കറുത്ത് കിട്ടുമെന്ന് മാത്രമല്ല, മുടി നല്ല ഇടതൂർന്ന് നല്ല കട്ടിക്ക് വളർന്നു വരികയും ചെയ്യും. നമ്മുടെ മുടി സംബന്ധമായിട്ടുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഈ ഒരു ഹെയർ ഡേ നല്ലൊരു പരിഹാരമാണ് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഒരു ഹെയർ സിറത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ മുടിയൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു താളിയുടെയും കൂടെ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കണേ. കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ മാത്രമാണ് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. നമ്മുടെ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും 2 ടേബിൾ സ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട്. കരിഞ്ജീരകമൊക്കെ നമുക്ക് ഒട്ടുമിക്ക അങ്ങാടിക്കടയിലും വാങ്ങാനായിട്ട് കിട്ടും. നമ്മുടെ താരനൊക്കെ പോകാനും മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും ഒക്കെ കരിഞ്ജീരകം ഒരുപാട് സഹായിക്കും. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം നമ്മൾ ഒട്ടും തന്നെ വെള്ളം നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് കരിഞ്ജീരകവും ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, വെറുതെ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ച് മുടി കഴുകിയാൽ പോലും മുടി നല്ല പോലെ വളർന്നു കിട്ടും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഞാനൊരു 6-7 തണ്ട് കറിവേപ്പില എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പെട്ടെന്ന് മുടിയൊക്കെ വളർന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പം നമ്മൾ പൊടിച്ചെടുക്കുന്ന ആ ഒരു മിക്സ് കൊണ്ട് എണ്ണ കാച്ചിയിട്ട് മുടിയിൽ തേച്ചാലും മതി കേട്ടോ. ഇപ്പം നമ്മൾ ഹെയർ ഡൈ ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. വെള്ളം ചേർക്കാതെ നല്ലതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു പാനിലേക്ക് മാറ്റി കൊടുത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ എടുക്കുന്ന 1 ഗ്ലാസ് വെള്ളം നല്ലതുപോലെ വറ്റി 1/2 ഗ്ലാസ് ആകുന്നത് വരെ വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോഴാണ് നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ആ ഒരു എസൻസ് ആ ഒരു വെള്ളത്തിലേക്ക് കിട്ടുകയുള്ളൂ. കരിഞ്ജീരകവും ഉലുവയും വറുത്ത് പൊടിച്ചെടുത്ത് ഹെയർ ഡേ ചെയ്യുന്നൊരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് കണ്ട് നല്ല റെസ്പോൺസ് തന്നൊരു വീഡിയോയാണ്. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം നമ്മൾ എടുത്ത ആ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിയതിന് ശേഷം അരിച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഏകദേശം 1/2 ഗ്ലാസോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഹെയർ ഡേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വേണം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. ആദ്യം തന്നെ നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഹെന്ന പൗഡറാണ്. നമ്മുടെ മുടിയുടെ നീളത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ ഉണക്കി പൊടിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കാത്താ പൗഡറാണ്. മുടി പെട്ടെന്ന് കറുത്ത് കിട്ടാനായിട്ട് കാത്താ പൗഡർ വളരെ നല്ലതാണ് കേട്ടോ. ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വാങ്ങുമ്പം നല്ല റേറ്റുള്ള നാച്ചുറലായിട്ടുള്ളതും തന്നെ നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കണം. കാത്താ പൗഡർ ഇപ്പം നമ്മൾ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഹെന്ന എത്ര എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വേണം കാത്താ പൗഡർ എടുക്കാനായിട്ട്. എല്ലാം കൂടെ നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വെള്ളമുണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഒരുമിച്ച് ഒഴിച്ചു കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കരുത്. ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് വേണം നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാൻ. ഡൈയുടെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ, ആ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒലിച്ചിറങ്ങരുത്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഹെയർ ഡൈ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ഒരു 4-5 മണിക്കൂർ നേരം സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു കളർ വന്നിട്ട് ബ്രൗൺ ആണല്ലോ. ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഇത് നല്ല പോലെ കറുത്ത് കിട്ടും. അപ്പോൾ ഞാനിത് അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് കാണിച്ചു തരാം.
നമ്മൾ ഡൈ തയ്യാറാക്കാനായിട്ട് ഒരു വെള്ളം തയ്യാറാക്കിയെടുത്തല്ലോ, ഇത് നമുക്ക് നല്ലൊരു ഹെയർ സിറമായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് മുടി കൊഴിച്ചിലുള്ളപ്പോഴും മുടി നല്ല ഉള്ളോടുകൂടി വളരണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം നമുക്ക് തയ്യാറാക്കി സ്പ്രേ ബോട്ടിലാക്കിയിട്ട് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയിൽ അപ്ലൈ ചെയ്ത് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. മുടിയൊക്കെ തീരെ ഇല്ലാത്ത ഭാഗത്ത് ഇതുപോലെ കുറച്ചെടുത്ത് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ചെറിയ ചെറിയ മുടികൾ അവിടെ കിളിർത്ത് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഹെയർ ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി കഴുകാനായിട്ട് ഒരു താളിയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8-10 ചെമ്പരത്തിയുടെ ഇലയുമാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ അരച്ചെടുക്കുന്നത് കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ. ചെറിയ പുളിപ്പുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു താളി നമ്മൾ ഹെയർ ഡൈ അപ്ലൈ ചെയ്തിട്ട് മുടി കഴുകാൻ മാത്രമല്ല, ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇതുപോലെ താളി തയ്യാറാക്കിയിട്ട് മുടി കഴുകിയെടുത്താലും മുടിക്ക് നല്ല തിളക്കം കിട്ടും. അതുപോലെ തന്നെ മുടി പൊട്ടലൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ. ഇതേ നമ്മളിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ചെമ്പരത്തിയുടെ ഇലയൊക്കെ നമ്മുടെ മുടിയിൽ പറ്റിയാൽ പിന്നെ അത് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത്. ഇത് അരിച്ചെടുത്ത വെള്ളത്തിലേക്ക് ആവശ്യത്തിന് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുടിയിൽ ഡൈ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. ഡൈ നമ്മൾ സെറ്റാക്കാനായിട്ട് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, നല്ല കറുത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു രാത്രി മൊത്തം വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കളർ കിട്ടും കേട്ടോ. ഈ ഒരു ഹെയർ ഡൈ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ മതി. ഒട്ടും തന്നെ എണ്ണമഴിക്കില്ലാത്ത ഷാംപൂ വാഷ് ചെയ്തെടുത്ത മുടിയിൽ വേണം നമ്മൾ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഡൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2-3 ദിവസത്തേക്ക് ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി ആ ഒരു താളിയുടെ വെള്ളം ഉപയോഗിച്ച് വേണം മുടി കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.